അന്നലെ വന്നിട്ടുണ്ട്. അല്ലേ ഇവിടെയും പിന്നെ ഈ ഡോർ വണ്ടികൾ മുട്ടും അവിടെ ഉണ്ടായിരുന്ന വണ്ടികളല്ലേ ഇത് വാങ്ങിച്ച് വെക്കാനായിട്ടുള്ളൂ. അകത്താരൊക്കെ ഞാനുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു, എൻ്റെ മോനുണ്ടായിരുന്നു, അനിയന്മാരുണ്ടായിരുന്നു. കൈ പിടിച്ച് വലിച്ചിട്ടുണ്ടല്ലോ ആ സൈഡ് ബാക്ക് വഴി അടുത്തോടെ ഓടായിരുന്നു. ആലോചിച്ച് വെക്കുന്നില്ല. ഫുട്ബോൾ ട്രോഫികൾ മൊത്തം അടിച്ചു പിടിച്ചിട്ടായിരുന്നു. ഏറ്റവും എന്റെ കുഞ്ഞ മോനവിടെ വിളിക്കാം. പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പോലീസാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി. പോലീസ് പറഞ്ഞ് ഞങ്ങളിവിടെ നിൽക്കേണ്ട എന്ത് പ്രശ്നം കൊടുത്ത് പോലീസ് മാറ്റിയിട്ടാണ് വീട്ടിലിരിക്കുവായിരുന്നു. വീട്ടിലല്ല, ജനലില് മുകളിലത്തെ നിലയില്. ഇന്നലെ ക്രിമിനലുകൾ നടത്തിയ CPM DYFI ക്രിമിനലുകൾ നടത്തിയ ക്രൂരമായ ആക്രമണമാണ് ഈ വീടിന് നേരെ ഉണ്ടായത്. പുറത്തു നിന്നും വന്ന 10-70ഓളം പേർ കാറിലും ബൈക്കിലും ജീപ്പിലും ഒക്കെയായി വന്ന ആളുകൾ ഇവിടെ വന്ന് പോലീസ് നിൽക്കുമ്പോൾ തന്നെ പോലീസ് ഇവിടെ സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ നിന്നുള്ള എല്ലാവരും ഒഴിഞ്ഞു പോയതിനു ശേഷം, ഇവിടെയുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചതിന് ശേഷം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് വന്ന് 70ഓളം ക്രിമിനലുകൾ വന്ന് ഇവിടെ അഴിഞ്ഞാടിയത്. ഈ വീട് വ്യാപകമായി തകർക്കുകയും വാതിൽ വാളുകൊണ്ട് വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. ഈ വീട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാവിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1 വയസ്സുള്ള കുട്ടിയും അനുജന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ആ 1 വയസ്സുള്ള കുട്ടിയുടെ വരെ കൈ പിടിച്ച് വലിക്കുകയാണ് ഉണ്ടായത് ക്രിമിനലുകൾ വന്നിട്ട്. ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് വീടിന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും ഞങ്ങൾ വെച്ചു പൊറിപ്പിക്കുകയില്ല. പോലീസ് കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിലുണ്ടാവും. ഞങ്ങൾ ഇനി ഇത് ഏറുകൊള്ളാനും തല്ലുകൊള്ളാനും ഞങ്ങളുടെ കുട്ടികളെ മാത്രം പറഞ്ഞു വിടില്ല. അപ്പോൾ പോലീസിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ വേണം. പോലീസ് കൂടി കൂട്ടുനിന്നിട്ടാണോ ഈ സംഭവം നടന്നതെന്ന്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് തന്നെ പറഞ്ഞു വിട്ട് ഞങ്ങൾ ഇവിടെ സംരക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പോലീസ് നോക്കി നിൽക്കുകയാണ്. എൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ, പോലീസ് അറിഞ്ഞുകൊണ്ടാണോ ഈ വീട്ടിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നറിയണം. അത് ഉന്നതമായ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കണം.
പിന്നെ ഈ വീട് ആക്രമിച്ചവർക്കെതിരായി അതിന് തക്കതായ വകുപ്പുകളിട്ട് അവരെ അന്വേഷിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ശക്തിയായിട്ട് അത് പ്രതികരിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. വേറൊരു വീട്ടിൽ സുഹൈലിന്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിച്ച കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേറൊരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നിട്ട് ആ വീടിന് കല്ലെറിഞ്ഞ് വീടിന്റെ 2ാമത്തെ നിലയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത ഒരു ബന്ധുവിന് പരിക്കേറ്റ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിതാവിന് പരിക്കേറ്റു. കല്ല് താഴെ നിന്ന് എറിഞ്ഞിട്ട് വേറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പിതാവിന് പരിക്കേറ്റു. 2ാമത്തെ നിലയിലുണ്ടായിരുന്നു. ആ 2ാമത്തെ നിലയിലേക്ക് വരെ കല്ല് വലിച്ചെറിയായിരുന്നു. 70ഓളം ആളുകളാണ് വന്നത്. അവരെല്ലാം വാഹനത്തിൽ വരുന്നത് എല്ലാം വിഷ്വലുണ്ട്. എല്ലാവരും അത് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് വന്നത്. ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് വന്ന ക്രിമിനലുകളാണ് ഇത് ചെയ്തത്. അവർക്കെതിരായി നടപടിയെടുക്കണം എന്ന് ഞാൻ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ്. നടപടി എടുത്തില്ലെങ്കിൽ നമുക്ക് കാണാം. പോലീസ് കൂടി പങ്കാളികളായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ സുഹൈൽ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ 19ഓളം സഹപ്രവർത്തകർ അന്ന് ചില പ്രക്ഷോഭത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 50ഓളം വരുന്ന സഹപ്രവർത്തകരോട് മുഴുവൻ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും ചില ഇൻഫോർമേഷൻസ് കിട്ടിയിരുന്നു സുഹൈലിന്റെ വീട്ടിലേക്ക് ആക്രമണം നടക്കാൻ പോകുന്നുവെന്ന്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 50ഓളം സഹപ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഈ വീടിന്റെ സംരക്ഷണം ഞങ്ങൾ ഉത്തരവാദിത്വമാണ്, ബാക്കി എല്ലാവരും ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ അവസാനത്തെ പ്രവർത്തകനെയും ഇവിടുന്ന് പോകുന്നു എന്ന് ഉറപ്പുവരുത്തിയെന്ന് മാത്രമല്ല, സുഹൈലിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു വീട്ടിൽ തന്നെ തുടരണം എന്ന് പറഞ്ഞു. അതായത് ഡിവൈഎഫ്ഐയുടെ അക്രമത്തിന് പോലീസുകാർ സുഹൈലിനെ സ്കെച്ചിട്ട് വെച്ചു കൊടുക്കുന്ന പണിയാണ് ഇവിടുത്തെ CI അടക്കമുള്ള ആളുകൾ അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. സ്വാഭാവികമായിട്ടും സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് ചെയ്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ ഗവൺമെന്റിന്റെ ഉന്നതതല സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ ഒരു സുഹൈലിനെ ട്രാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പണി ചെയ്തിരിക്കുന്നത്. അന്തസ്സുള്ള വേറെ എത്രയോ ജോലികൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾക്ക് ലഭിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ CPM-കാരൻ്റെ സ്കെച്ചിങ് ഏജന്റായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നത് എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഇനി ഇതിനകത്ത് അതിന്റെ വിഷ്വൽസ് നിങ്ങളെല്ലാവരും പുറത്തുവിട്ടിട്ടുള്ളത്. വാളുമായി മാരകായുധങ്ങളുമായി 70ഓളം ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ വാളുമായി ആളുകൾക്ക് സ്വച്ഛന്തമായി യാത്ര ചെയ്യുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാക്കി കേരളത്തെ മാറ്റുകയാണോ? ഗുണ്ട ഈ നവകേരള സദസ്സിനെ നയിക്കുന്നത് കൊണ്ട് നാട്ടിലെ സകലമാന ചെറുഗുണ്ടകളും കൂണുപോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തീർച്ചയായും പ്രതിരോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വാക്കത്തിയുമായി വീട് കയറി ആക്രമിച്ചു. ഈ അടുത്തിടയ്ക്കൊരു മലയാള സിനിമയിലാണ് കൊച്ചുകുട്ടിയെ വീട് കയറി ക്രൂരമായി ആക്രമിക്കുന്നതിൻ്റെ ഒരു സീൻ നമ്മൾ കണ്ടത്. സിനിമയ്ക്കകത്ത് ആ സീൻ കണ്ടപ്പോൾ പോലും മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടത്. അതിന് സമാനമായ സാഹചര്യത്തിൽ ഈ വീട്ടിലും ഇരച്ചെത്തിയ 70ഓളം പേര് വരുന്ന വാളയേന്ത്യ ഡിവൈഎഫ്ഐയുടെ സംഘം 2 വയസ്സ് മാത്രം പ്രായമുള്ള സുഹൈലിന്റെ കുഞ്ഞിനെ കൈപിടിച്ച് തിരിക്കുന്ന അടക്കമുള്ള ക്രൂരത ചെയ്യുകയാണ്. മനുഷ്യന്മാരുടെ ഏറ്റവും അധപ്പതിച്ച രൂപമാണ് CPM-കാർ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്ന സാഹചര്യം. സുഹൈലിന്റെ ഉമ്മ ആ പ്രായമായ സ്ത്രീയെ പിടിച്ച് തള്ളുകയാണ്. ഈ കതകനിട്ട് വെട്ടുമ്പോൾ ഇവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അജ്മല് ആ കതകിനോട് ചേർന്നിരിക്കുകയാണ്. അവന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷപ്പെട്ടത്. സുഹൈലിന്റെ സഹോദരന് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ സംഘർഷങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതിനുശേഷം പോലീസ് ആക്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ജിഹാദിന്റെ വീട്ടിൽ ഇതുപോലെയുള്ള സമാനമായ ഡിവൈഎഫ്ഐ അക്രമം ഉണ്ടാവുകയും ജിഹാദിന്റെ വാപ്പയ്ക്ക് തലയ്ക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. രോഗബാധിതനായിരിക്കുന്ന വ്യക്തിയാണ് ജിഹാദിന്റെ വാപ്പ. രോഗബാധിതനായ മനുഷ്യനോട് പോലും, സ്വതന്ത്രമായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനോട് പോലും ഡിവൈഎഫ്ഐയുടെ തമ്മാടിക്കൂട്ട് നടത്തുന്ന സമീപനം ഇതാണ്. ഇതെല്ലാം കഴിയുമ്പോൾ പോലീസുകാർ പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരെ മറ്റു ചില കേസുകൾ കൊടുക്കണമെന്നാണ്.
ഇവിടുത്തെ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളോട് മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിന് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഞങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ തരുന്ന പരിപാടിയില്ല. ആദ്യം വാളും വാക്കത്തിയുമായി സുഹൈലിന്റെ വീടടക്കം കയറി ആക്രമിച്ച ക്രിമിനലുകളെ ഞങ്ങൾക്കറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ നന്ദു, സുജിൻ അടക്കമുള്ള സുഹിൽ അടക്കമുള്ള CPM ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, നേതൃപദവിയിൽ ഇരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഈ അക്രമം ഉണ്ടായത്. ഇതിന് തിരുവനന്തപുരം ജില്ലയിലെ CPM ഒരു ജനപ്രതിനിധിക്ക്, ഉന്നത സ്ഥാനീയനായ ഒരു ജനപ്രതിനിധിക്ക് ഈ ഗൂഢാലോചനയ്ക്കകത്ത് നേരിട്ട് പങ്കിട്ടു. സുഹൈലിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഗൂഢസംഘം പ്രവർത്തിച്ചത്. അപ്പോൾ അതിന് ശക്തമായ പ്രതിരോധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് പോലീസ് ഉത്തരവാദികളായിട്ടുള്ള, വാളുമായി ഇറങ്ങി നാട്ടിൽ അക്രമം അഴിച്ചുവിടുന്ന ഈ അരാജക സംഘത്തെ, ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ വരെ അക്രമം ഉണ്ടായി, പാർട്ടി ഓഫീസിന് നേരെ അക്രമം ഉണ്ടായി, എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായ അക്രമം അഴിച്ചുവിട്ട അരാജക സംഘത്തിലെ മുഴുവൻ ആളുകളുടെയും വിഷ്വൽസ് ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ 70 പേരെ അറസ്റ്റ് ചെയ്യാതെ യൂത്ത് കോൺഗ്രസ്സുകാരനെ മെക്കിട്ട് കയറാനാണ് പോലീസ് ഇറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായി പ്രതിരോധം ഉണ്ടാകും. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചരിത്ര നഗരിയായ ആറ്റിങ്ങലിന്റെ വിരുമാറിൽ കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു. നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹാരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് ഗ്രൂപ്പിലൂടെ വിപണിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലൂടെ ഇനി നിങ്ങൾക്ക് മുന്നിൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.